ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഡോക്ടർ ജിൻഡോ ജോൺ? അത് വീട്ടിൽ കാഴ്ചവസ്തുവായി വെക്കാനല്ലല്ലോ. അതുണ്ടാക്കുന്നത് ആർക്കെങ്കിലും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതിനിരയാകേണ്ടി വരുന്നവർ നിസ്സഹായരായിരിക്കും, നിഷ്കളങ്കരായിരിക്കും, കുഞ്ഞുങ്ങളായിരിക്കും, വൃദ്ധരായിരിക്കും, കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ പ്രതീക്ഷകളായിരിക്കും. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെക്കാനും അത് ആവശ്യത്തിനടുത്ത് പ്രയോഗിക്കാനും ഒക്കെ കഴിയുന്നവർ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സംവിധാനവും പോലീസും ഇന്റലിജൻസും അറിയാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ശ്രീ മാധു, ഇതില് നിങ്ങൾ പറഞ്ഞ അവസാന വാക്കില്ലേ സുരക്ഷിതത്വം, അങ്ങനെയൊന്നും ഇല്ല കേരളത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിപ്പെടുന്നത്? ഇവിടെ ഇന്റലിജൻസും പോലീസും ഒക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നതല്ലേ ഇവർ പറയുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്ന കാലഘട്ടത്തിലാണ് കണ്ണൂർ പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ ഇങ്ങനെ CPM-ന്റെ മുൻകാല പ്രവർത്തകർ എന്നിവർ ഇപ്പൊ തള്ളി പറയുന്ന ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ, ആളുകളുടെ കയ്യിൽ എങ്ങനെ ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ കിട്ടുന്നത്? ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പോലും കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ എത്രയോ സ്ഥലത്ത് നിന്ന് ഇതുപോലെ ബോംബ് നിർമ്മാണ സാമഗ്രികളും ബോംബുകളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ പോലീസിന് വലിയ വീഴ്ചയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇവരുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ബോംബ് സ്ഫോടനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിലോ ഇന്നേ വരെ CPM ഇതിൽ കുറ്റവാളികളോ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികൾ പോലും ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രവർത്തകരാണെന്ന് ഇവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് ഇവർ ആ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം ഉറപ്പുവരുത്താൻ, അവരുടെ കുടുംബ സഹായം ഉറപ്പുവരുത്താൻ, ബക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ, പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് CBI പോലുള്ള അന്വേഷണങ്ങൾ വരാതിരിക്കാൻ, വക്കീലിനെ ഇറക്കാനോ ഒക്കെ ഇവർ ശ്രമം നടത്തും. പക്ഷേ ഇവരുടെ നേതാക്കന്മാരോ പാർട്ടിക്കാരോ അല്ല എന്ന് ഇവർ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. 2015 ഇതേപോലെ തന്നെ 2 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം. ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് അവർ സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കുന്നു, ബോംബ് പൊട്ടുന്നു, അവർ മരണപ്പെടുന്നു. പാർട്ടി ആദ്യം ചെയ്തത് പാർട്ടി അവരെ തള്ളി പറയുന്നു. അതിനുശേഷം അവരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്മാരക ധനസമാഹരണം നടത്തിയത് നമ്മൾ കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ CPM ഇതുപോലെ നിരവധി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട ആളുകളുടെ, കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഇവര് ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബം അനാഥമാക്കപ്പെടുന്നു. കേരളത്തിലെ ഏതെങ്കിലും CPM-ന്റെ ഉന്നത നേതാവിന്റെയോ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ വേണ്ടപ്പെട്ട ആളുകൾക്ക് അപകടം നടക്കുന്നില്ല. ഇതിൽ മരണപ്പെട്ട, ഇന്ന് പോലും ഈ ബോംബ് പൊട്ടി മരണപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം ഉള്ളപ്പോൾ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ബോംബ് ഇവരുടെ കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് എവിടെ പൊട്ടാമായിരുന്നതാ? തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അതിനുശേഷമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് കിലോമീറ്ററുള്ളിൽ തന്നെ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ വൈകിട്ട് ഇതേ CPM-ന്റെ പ്രവർത്തകർ ബോംബ് എറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. 3 വർഷങ്ങൾക്കപ്പുറം. രാവിലെ ഇവർ വോട്ടിംഗ് സ്ലിപ്പുമായിട്ട് പോളിംഗ് ബൂത്തിൽ വരുന്നു, വൈകിട്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബോംബ് എറിഞ്ഞു കൊല്ലുന്നു. ഇത് കാണുന്ന ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന്. ആ കേസിലെ പ്രതിയായിട്ടുള്ള രജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 2 ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി ഗ്രാമത്തിലെ കശുമാവിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. കൊല ചെയ്യപ്പെട്ടതാണെന്നും ആത്മഹത്യയാണെന്നുള്ള വിവാദം ഒക്കെ നിൽക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇവർ തന്നെയാണ്. ഇനി ഇതോടനുബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുന്തിയ നേതാക്കന്മാരും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവർ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരല്ല, നേതാക്കന്മാരല്ല, ആരുമല്ല. പിന്നെ ചില ആളുകൾ ഏരിയ സെക്രട്ടറി അടക്കം, ലോക്കൽ സെക്രട്ടറി അശോകൻ അടക്കം അവിടെ പോയത്, അവിടുത്തെ MLA അടക്കം പോയത് പ്രത്യേക ഒരു മനസാക്ഷിയുടെ പുറത്താണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. TP ചന്ദ്രശേഖരൻ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച മനുഷ്യനാണ്. നിങ്ങളോടുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയപ്പോൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. അത് വേറൊരു രാഷ്ട്രീയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ കൊന്നുകളയപ്പെട്ട TP ചന്ദ്രശേഖരന്റെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട്, അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് എത്ര CPM നേതാക്കന്മാർ പോയിട്ടുണ്ട്? ഒന്ന് പറയണം അരുൺകുമാർ. ഈ മനസാക്ഷി TP ചന്ദ്രശേഖരന്റെ മൃതദേഹത്തോട് ആദരം അറിയിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. അന്ന് VS അച്യുതാനന്ദൻ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പോയത് അന്ന് കേരളത്തിൽ വലിയ മാധ്യമ വാർത്തയായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. KK രമയെ കെട്ടിപ്പിടിച്ച് VS അച്യുതാനന്ദൻ വിതുമ്പുമ്പോൾ കേരളത്തിലെ പാനൂർ അടക്കമുള്ള CPM-ന്റെ പാർട്ടി കോട്ടയിലുള്ള ഒരു പ്രാദേശിക നേതാവ്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളോളം CPM-ന്റെ കൊടി പിടിച്ച നേതാവിന്റെ മൃതദേഹത്തോട് ആദരവ് കാണിക്കാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിക്കണം. ഒറ്റ വാക്ക്. ശരി, പെട്ടെന്ന് പൂർത്തിയാക്കൂ. ഒറ്റ വാദം. ഇന്ന് അരുൺകുമാർ പറഞ്ഞ വാദവും MP ഗോവിന്ദൻ പറഞ്ഞ വാദവും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ണൂർ വടകരയിൽ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്?
അതുകൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാർ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് കേട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ ക്യാപ്സൂൾ വിഴുങ്ങുന്ന മനുഷ്യന്മാരൊന്നല്ല. ഇത് ചെയ്തത് CPM ആണ്. CPM ഉത്തരവാദിത്തത്തോടു കൂടി അവർ അറിവോട് സമ്മതത്തോടും കൂടി നടത്തിയതാണ്. അരുൺകുമാർ സത്യത്തിൽ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് എതിരാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വടക്കേൽ ഒരു പ്രമോദിന്റെയും ശാന്തയുടെയും വീട്ടിൽ നിന്ന് 750 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചു എന്ന് പറയുന്നു. മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പിടിച്ചു, മറ്റു പല കാര്യങ്ങളും സ്റ്റീൽ ബോംബ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷ കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്? ഇങ്ങനെ നിർബാധം സ്ഫോടക വസ്തുക്കൾ കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും ബോംബ് നിർമ്മിക്കാനും പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ്. അത് താങ്കൾ അറിയാതെ പറയുന്നതും സമ്മതിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, ഇങ്ങനെ സ്ഫോടക വസ്തു പിടിച്ച കേസിൽ എന്തുകൊണ്ടാണ് NIA അന്വേഷണം വരാത്തത്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത് ശുപാർശ ചെയ്യാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ നിങ്ങൾ പറയുന്നത് മുൻപ് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഈ കുറെ എണ്ണം നിങ്ങൾ പറഞ്ഞു. ഇത് നടന്നപ്പോഴും ഇപ്പോൾ നടക്കുമ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത്? പിണറായി വിജയനാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തമാർഗ അദ്ദേഹത്തിനാണ്. താങ്കൾ തന്നെ പറയുന്നു, സ്ഫോടനത്തിൽ പരിക്കേറ്റ ആളെ, പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയ അമൽ ബാബു എന്ന് പറഞ്ഞ ആളെ, ചെറുപ്പക്കാരനെ, ഡിവൈഎഫ്ഐക്കാരനെ പ്രതി ചേർത്തു എന്ന്. അപ്പോൾ ആ പ്രതി ചേർത്തത് തെറ്റായ രീതിയിലാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ തെറ്റായ രീതിയിൽ പ്രതി ചേർത്ത പോലീസ് വീണ്ടും അവിടെ പ്രതിപട്ടികയിൽ വരികയല്ലേ? സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനം നടന്നവർക്ക് അനുമോദനമാണ് കിട്ടാറ്. ഇവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച സ്വന്തം ജീവിതം ഒരാൾ കൊണ്ട് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ മുഖ്യമന്ത്രി അനുമോദിക്കുകയും ആശംസിക്കുകയും തുടരണമെന്ന് പറയുകയും ഇവിടെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഡിവൈഎഫ്ഐക്കാരനെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആശുപത്രിയിലേക്ക് രക്ഷിച്ച് കടത്തിയ അമൽ ബാബുവിനെതിരെ പോലീസ് കേസെടുത്ത് അവന് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ്? നിങ്ങളുടെ വാദം ഏത് രീതിയിൽ അംഗീകരിച്ചാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ആ പക്ഷത്തുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ അങ്ങനെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെയും സ്ത്രീകളെയും ആക്രമിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായിട്ടുള്ള ഈ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭാഷയാണ് ഗുണ്ടാ സംഘങ്ങൾ, അത്തരം ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് CPM പോയി? അങ്ങനെ പോയ CPM നേതാക്കളിൽ ഒരാൾ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിക്കാത്ത ആ മനുഷ്യന്റെ മൃതദേഹം കാണാനോ അവിടെ ഔപചാരികമായിട്ടുള്ള അനുശോചനം അറിയിക്കാനോ ആരും പോയില്ല. പോയ VS അച്യുതാനന്ദൻ എത്രത്തോളം എതിർപ്പുകൾ നേരിട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചരിത്രമാണ്. അതിനുശേഷം കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ മരണത്തിന് ആണിയടിച്ചു കൊടുത്തതാരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്. അന്നൊന്നുമില്ലാത്ത എന്ത് സ്നേഹമാണ് നിങ്ങളുടെ പാർട്ടിക്കാരെ ആക്രമിച്ച, സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കി പ്രവർത്തകർ കൈയും കാലും നഷ്ടപ്പെട്ടു. നാദാപുരത്ത് 5 ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. വല്യായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൈപ്പത്തി പോയി. നിങ്ങൾ ആരും മോശമല്ല ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല മാധു, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 4-5 വർഷത്തെ ചരിത്രത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹം പറയുന്നത്. അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ അതിൽ പറയുന്നത് ഇതിൽ ഏത് അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് ഈ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ഇത്തരം പ്രവർത്തകരൊക്കെ ഇതിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മറ്റേതെങ്കിലും കക്ഷിയുടെ നേതാക്കന്മാർ ഇത് ഞങ്ങളുടെ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുകയോ ഇവരുടെ ചികിത്സാ സഹായം നടത്തിയോ ഇവരുടെ കേസ് നടത്തിയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ടോ? ഇതില്ല. ഈ പറഞ്ഞ പരിപാടി, ഈ 2 പരിപാടിയും കൂടി ഉപദേശവും ഊഞ്ഞാലോട്ടവും നടത്തുന്നത് CPM ആണ്. ആദ്യം നിങ്ങൾ തള്ളിപ്പറയും, നിയമസഹായം കൊടുക്കും. നിങ്ങൾ തള്ളിപ്പറയും, പിന്നെ നിങ്ങൾ അരുൺകുമാറെ 19 വയസ്സുള്ള ധീരജിന്റെ നെഞ്ചിലേക്ക് ഇറക്കിയ ആളെ APCC പ്രസിഡന്റ് പറഞ്ഞത് എന്താ? ഞങ്ങളുടെ പയ്യൻ എന്താ പറഞ്ഞ്? ഇപ്പോ അവിടെ ഷാഫി പറമ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഈ കൊലക്കേസിലെ പ്രതി. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? എത്രയോ കൊലക്കേസുകളിൽ പ്രതികളെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ട്. APCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട 19 വയസ്സുകാരനെ കുത്തിയിറക്കി കൊന്ന പിറ്റേ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളുടെ പയ്യൻ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെന്ന്. നുണ പറയുന്നതിന് ഒരു അറുതി വേണം. കാര്യങ്ങൾ മനസ്സിലാക്കി പറയണം. ഇനി മുന്നോട്ട് ചരിത്രം ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ എന്റെ പൊന്ന അരുൺകുമാറെ, ധീരജല്ല, അഭിമന്യുവല്ല, ആര് മരണപ്പെട്ടാലും
ഞാനോ താനോ ആര് മരണപ്പെട്ടാലും ഈ കേരളത്തിൽ ഏതൊരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അതിലും മനസ്താപം ഉണ്ടാകേണ്ട ആളുകളെ നമ്മള്, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കേണ്ട ആളുകളെ നമ്മള്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ആളുകൾ എങ്ങനെ ശരിയാകുക? നിങ്ങൾ എന്ത് ജനാധിപത്യ ബോധം ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? അല്ല, ഞാനൊന്ന് പറയട്ടെ, താങ്കൾ കുറെ പറഞ്ഞല്ലേ, ഞാനൊന്ന് പറയട്ടെ, പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. ഇങ്ങനെ അരുൺകുമാറെ, അങ്ങനെ സഹിഷ്ണുത ഇല്ലാത്തതിന്റെ പേരില ധീരജ് മരണപ്പെട്ടത് കോളേജ് ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിന് പുറത്താ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ലേ? വിഷയം മാറ്റാൻ നോക്കില്ലേ? ധീരജ് മരണപ്പെട്ടത് ക്യാമ്പസിന് പുറത്താ. കൊല്ലാൻ ഓടിക്കുമ്പോ മരണപ്പെട്ടത്. ഞാൻ പറയട്ടെ ഈ ധീരജ് കേസിലെ പ്രതികളെ, ധീരജ് കേസിലെ നിങ്ങളെ ഈ ധീരജ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്തായെന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞേ കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പോലീസ് പറയുന്ന കത്തി എവിടെ? അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കത്തി കൊണ്ടുപോയത് SFIയുടെ പ്രവർത്തകരാ. നിങ്ങൾ ഒരുപാട് കഥയൊന്നും പറയല്ലേ. നിങ്ങളുടെ അഭിമന്യു മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോ വിചാരണ ഘട്ടത്തിലല്ല, നിങ്ങൾ ഇപ്പൊ പറയണം. നിങ്ങൾ ധീരജിന്റെ പേരിൽ ഒരുപാട് ധീരജിന്റെ ആകട്ടെ, അഭിമന്യുവിന്റെ ആകട്ടെ, ലോകത്തെ ഏത് മനുഷ്യജീവിയുടെയും ആകട്ടെ, ഞാനൊന്ന് ഇടപെടട്ടെ. അത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായവർ അഴിക്കുള്ളിലാണ് ഉണ്ടാകേണ്ടത്. ഈ പറയുന്ന ഏത് കൊലക്കേസിലെയും പ്രതികൾക്ക് സ്വാതന്ത്ര്യമായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും ഇലക്ഷൻ പ്രവർത്തനത്തിനും പോകാൻ കഴിയുന്നുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിലുള്ള ഒരു വീഴ്ചയാണ്. ഈ കത്തി കണ്ടെത്താൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കേസിലെ പ്രതി ഇന്ന് പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു എന്നതിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലേ? മാധു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഒരു കോടതി ജാമ്യം കൊടുത്താലും കൃത്യമായിട്ടുള്ള കണ്ടീഷന് പുറത്താ ജാമ്യം കൊടുക്കുക. അല്ല, അത് എങ്ങനെയാണ്? അല്ലെ, ദൃക്സാക്ഷികളുള്ള കേസ്, അല്ലെ, ദൃക്സാക്ഷികളുള്ള കേസ്, തെളിവ് കണ്ടെത്താൻ കഴിയാതെ പോലീസിന് നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നത്. കൊല്ലം എത്രയായി ധീരജിന്റെ കാര്യം പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നു, അഭിമന്യുവിന്റെ കാര്യം പറഞ്ഞ് കേരളം കണ്ണീരൊഴുക്കുന്നു. എന്നിട്ട് എന്തായി? ഈ അഭിമന്യുവിന്റെ കേസിലെ പ്രതി 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ദാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോഴല്ലേ അറസ്റ്റിലായത്? എവിടെ പോയിരുന്നു കേരള പോലീസിന്റെ അത്ര വലിയ കൃത്യനിഷ്ഠത? പൊൻതൂമലുകളൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചിരുന്നോ? അല്ല, എന്താ കുഴപ്പം ധീരജിന്റെ കേസിൽ? ധീരജിന്റെ കേസല്ല, അഭിമന്യുവിന്റെ കേസ്. അഭിമന്യുവിന്റെ കേസ്, ധീരജിന്റെ കേസല്ല പറഞ്ഞത്. അഭിമന്യുവിന്റെ കേസിലെ പ്രധാന പ്രതിയെ നിങ്ങളുടെ പോലീസ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഒറ്റ മിനിറ്റ് ഇടപെടരുത്. എന്താണ് അഭിമന്യുവിന്റെ കേസ് വൈകുന്നത്? കുറെ നാളായി നിങ്ങളെടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ എന്താ വൈകാൻ കാരണമെന്ന്. അഭിമന്യു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റിയുടെ കേസ്, കൊല്ലപ്പെട്ട കേസ് ജില്ലയിൽ ഒരു കോടതി മാത്രമേ വിചാരണ നടത്താൻ കഴിയൂ. കേസിന്റെ വിചാരണയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ജില്ലയിൽ ഒരു കോടതി അങ്ങേക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ്. ഒറ്റ മിനിറ്റ് നിങ്ങൾ ക്ഷമിക്ക്. ഒറ്റ മിനിറ്റ്. അതിലെ മുഴുവൻ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടും വിചാരണ തുടങ്ങാൻ കഴിയാത്തത് നടിയെ ആക്രമിച്ച കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുന്നു. മറ്റൊരു കേസും അവിടെ വിചാരണയ്ക്കായി പരിഗണിക്കുന്നില്ല. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം നടിയെ ആക്രമിച്ച കേസ് നടക്കുന്നു. ആ കോടതിക്ക് മാത്രമേ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള സ്പെഷ്യൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡിലേ. അല്ലാതെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ച് ഡോക്യുമെന്റുകൾ കാണാതായിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ കുഴപ്പമാണ്. ഹൈക്കോടതി ഇടപെട്ട് ആ രേഖകളെല്ലാം കോടതിയിൽ അതൊന്നും വച്ചിട്ട് ഈ ഗവൺമെന്റിനെ ആക്രമിക്കാൻ വിചാരണ എന്നൊരു വാക്ക് ഞാൻ ഇവിടെ മിണ്ടിയിട്ടില്ല. 2 വർഷം വൈകി വിചാരണ എന്നൊരു വാക്ക് ഞാൻ മിണ്ടിയിട്ടില്ല. അത് നടക്കട്ടെ. ജാമ്യത്തിലാണ് പ്രതി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലായത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ കേസ് വിചാരണ നടത്തിയോ ശിക്ഷിക്കപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല. അതിൽ 15ഓളം പ്രതികൾ കൃത്യമായി സംഭവം നടന്ന ദിവസങ്ങൾ പിടിയിലായി. ഒരു പ്രതിയെ പിടിക്കാൻ കാലതാമസം. എപ്പോ പിടിച്ചാലും അന്വേഷണം പൂർത്തീകരിച്ച് എപ്പോഴാണ് പിടിയിലായത്? പൂർത്തീകരിച്ച് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടത്തിയിട്ട് പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് കണ്ട രാജ്യത്ത് പോയി, കണ്ട നാട്ടിൽ പോയി സുഖമായി കഴിയാൻ കഴിയും കേരള പോലീസിന് അഭിമാനം. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ദോ എന്നെ പിടിച്ചോ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കയ്യാമം വെച്ച് വീട്ടിൽ ജയിലിൽ കൊണ്ടുപോയി വെച്ചാൽ അഭിമാനം അല്ലെ? ആ വിഷയമല്ല നമ്മൾ പറഞ്ഞത്. എങ്കിലും കേരള പോലീസിന്റെ കീർത്തി പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. കൃത്യമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട. കുറ്റപത്രത്തിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഇന്ത്യയിലെ ഓരോ പോലീസിനെ എടുത്ത് നോക്ക്.
എത്രയോ കുറ്റപത്രങ്ങൾ ഏറ്റവും കൃത്യമായി വിചാരണ പൂർത്തീകരിച്ച് എത്രയോ കേസുകളിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഈ സംഭവത്തിൽ അതൊന്നും എടുക്കണ്ട. വിചാരണ ആരംഭിക്കട്ടെ. കൃത്യമായി തെളിവുണ്ട്. ധീരജിന്റെ കൊലയാളി അല്ലല്ല എത്ര ന്യായീകരിച്ചാലും ഈ കേസിൽ ഒരു ന്യായീകരണവുമില്ല. ഒരു ധീരജിന്റെ കൊലപാതകിക്കോ അഭിമന്യുവിന്റെ കൊലപാതകിക്കോ ഇവിടെ ഒരു ന്യായീകരണം അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. അല്ല, പറഞ്ഞിട്ടില്ല. ആ രണ്ട് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട ദിവസം, ആ രണ്ട് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടവും ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വലിയ കാലദൈർഘ്യമൊന്നുമില്ലല്ലോ കെ എസ് അരുൺകുമാർ. അന്നും പറഞ്ഞിട്ടുള്ളത് വേദനയോടെ തന്നെയാണ്. അവനവന്റെ ചോര, അവനവന്റെ കുഞ്ഞുങ്ങൾ എന്ന കരുതലോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു 2 വർഷക്കാലം എന്ന്. അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കും. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ അജണ്ടയൊന്നും അടിച്ചേൽപ്പിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അല്ല ധീരജിന്റെ കൊലയാളിയെ പിറ്റേ ദിവസം തന്നെ ന്യായീകരിച്ച KPCC പ്രസിഡന്റ് ചെയ്യുന്നത് വലിയ ആനക്കാര്യം, വലിയ പോസിറ്റീവ് കാര്യം, മാതൃകാപരമായിട്ടുള്ള കാര്യം. നിങ്ങൾ അടക്കം വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അത് ജിൻഡോ ജോണിന്റെ പണിയാണ്, എന്റെ അല്ല. അത് ജിൻഡോ ജോണിന്റെ പണിയാണ്, എന്റെ അല്ല. കേരള പോലീസിന്റെ കീർത്തിമുദ്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ 2 കേസുകളിൽ കേരള പോലീസിനുണ്ടായ വീഴ്ച. ഈ 2 കേസുകളാണല്ലോ എപ്പോഴൊക്കെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടാകുമ്പോഴും പ്രതിരോധം എന്ന നിലയിൽ എടുത്തു വെക്കുന്നത്. അതിലുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അരുൺകുമാർ, ആ വിഷയം അവിടെ അവസാനിപ്പിക്കാം. നമ്മളുടെ വിഷയം അതായിരുന്നില്ല.